സക്സേന വന്നു. വിനയകുമാർ സക്സേന. കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര പരിചിതമായ ഒരു പേരല്ല അത്. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറാണ്. ആളൊരു കില്ലാടിയാണ്. BJPയുമായിട്ട് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ജഗജില്ലയായ അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചിരുന്ന ഡൽഹിയിൽ, ഞാൻ ഭരിച്ചിരുന്ന പറഞ്ഞത് പൂർവ്വം പറഞ്ഞതാ, ഈ ഡൽഹിയിൽ BJPയുടെ ഇംഗിതങ്ങൾ നടപ്പാക്കിയിരുന്നത് ഈ ലഫ്റ്റനന്റ് ഗവർണർ മുഖേനയാണ്. അവസാനം കെജ്രിവാളിനെ തിഹാറിലേക്ക് അയച്ചതിലും അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. കേരളത്തിലെ 2-3 സഭകൾ പിടിക്കുക എന്നുള്ളതായിരുന്നു സക്സേനയെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം. സീറോ മലബാർ കത്തോലിക്ക സഭ, ലത്തീൻ കത്തോലിക്ക സഭ, ഒപ്പം തന്നെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ. BJPക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം. 2-3 സീറ്റെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുക്കണം, കുറഞ്ഞ പക്ഷം ഒന്നെങ്കിലും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം, അതിന് ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് വേണം. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ലോക്സഭയിൽ എത്തണമെങ്കിൽ അവിടെ സീറോ മലബാർ സഭയുടെ ഒരു സഹായം, വോട്ട് സഹായം ഉണ്ടായേ പറ്റൂ. പിന്നെ പത്തനംതിട്ടയെ ഒന്ന് ട്രൈ ചെയ്യാം, അനിൽ ആന്റണി എങ്ങാനും ജയിച്ചു വന്നാലോ. അതിനാണ് ഓർത്തഡോക്സ് സഭയുടെ സഭാ മേലധ്യക്ഷനെ അവര് ലക്ഷ്യം വെക്കുന്നത്. ഇത് BJP കേന്ദ്ര ആസ്ഥാനത്ത് രൂപം കൊടുത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. എങ്ങനെയെങ്കിലും ഈ 3 സഭകളെ സ്വന്തം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് നേരത്തെ കേരളത്തിലെ സഭകൾക്കിടയിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ഉന്നത സ്ഥാനീയനെയാണ് ഏൽപ്പിച്ചിരുന്നത് ആ ദൗത്യം. പക്ഷെ അത് വേണ്ട പോലെ അങ്ങോട്ട് ഫലപ്രദമായില്ല. അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, ശ്രമിച്ചു, പക്ഷെ വേണ്ട പോലെ നടന്നില്ല. അങ്ങനെയാണ് മറ്റൊരു ഗവർണറായ സക്സേന സാറിനെ കേരളത്തിലേക്ക് പെട്ടെന്നയക്കുന്നത്. ലാസ്റ്റ് മിനിറ്റായി പോയി, എന്നാലും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആകുമ്പോൾ അതൊക്കെ മതി. ബുധനാഴ്ച രാവിലെ വിനയകുമാർ സക്സേന സീറോ മലബാർ കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലിനെ സന്ദർശിച്ച് സംഭാഷണം നടത്തി. ഉച്ചയ്ക്ക് ദേവലോക മരമനയിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവനായ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ കാണാനായിരുന്നു പരിപാടി. പക്ഷെ അത് നടന്നില്ല. കാരണം ബാവ തിരുമേനി പാലക്കാടായിരുന്നു. അദ്ദേഹവുമായി നേരത്തെ ഒരു കൂടിക്കാഴ്ചയും ഏർപ്പാടാക്കിയിരുന്നില്ല എന്നാണ് സഭാ നേതൃത്വം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം കോട്ടയത്ത് ഹെവൻലി ഫീസ്റ്റ് അഥവാ സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ നടത്തിപ്പുകാരനായ തങ്കു ബ്രദറിനെ വീട്ടിലെത്തി കണ്ടു. ഇന്ദുലേഖയില്ലെങ്കിൽ എന്ന മട്ടിലായിരുന്നു ആ സന്ദർശനം. ഒരു പെന്തക്കോസ്ത വിഭാഗമാണ് ഈ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്നത്. ഈ രോഗശാന്തി ശുശ്രൂഷയൊക്കെ നടത്തുന്ന ടീമാണ്. അവിടെ നിന്ന് ഉച്ചവിരുന്നും കഴിച്ച് അദ്ദേഹം ആ കോട്ടയത്ത് നിന്ന് മടങ്ങി. ഇതിനിടയ്ക്ക് അദ്ദേഹം അരുവിത്തറ കത്തോലിക്ക ദേവാലയത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ജോർജ് ആലഞ്ചേരി പിതാവുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അതേസമയം വ്യാഴാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് വെച്ച് ലത്തീൻ അതിരൂപത മെത്രാപ്പൊലിത്തയായ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ തിരുമേനിയെ കാണാനും പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അവര് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തില്ല. തൽക്കാലം ഒരു രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, അതിനുശേഷം വേണമെങ്കിൽ കാണാം. അതുവരെ ആരെയും, ഒരു രാഷ്ട്രീയ നേതാവിനെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ദൗത്യവുമായി വരുന്ന ആരെയും കാണാനോ സംസാരിക്കാനോ തയ്യാറല്ല എന്ന് അവർ വളരെ വ്യക്തമായി തുറന്നു തന്നെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ് യേശുക്രിസ്തു ഗലീല കടൽക്കരയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി പിന്നീട് മാറിയ ചെറുപ്പക്കാരോട് സംസാരിച്ചത്. യേശു ദൈവപുത്രനായിരുന്നു. മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു വിളിച്ചപ്പോൾ ഈ ചെറുപ്പക്കാർ 12 യുവാക്കൾ അവരെ അവരുടെ വള്ളവും വലയും പടകുമെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ കൂടെ വന്നു, അദ്ദേഹത്തെ അനുഗമിച്ചു. പക്ഷേ സക്സേന സാറിനെ ഏൽപ്പിച്ചത് കേരളത്തിലെ 3 സഭകളെ പിടിക്കാനാണ്. ഈ കൂടിക്കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം സംസാരിച്ച മെത്രാപ്പൊലിത്തമാര്, മേജർ ആർച്ച് ബിഷപ്പ്, ഇവരൊക്കെ എന്താണ് സക്സേനയോട് പറഞ്ഞ, സക്സേന എന്ത് വാഗ്ദാനങ്ങളാണ് അവർക്ക് നൽകിയത് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവർ അത്ര പൊട്ടന്മാരല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ BJP വിചാരിക്കുന്ന പോലെ ബുദ്ധിശൂന്യരല്ലാത്തത് കൊണ്ട് ഈ സഭാപിടുത്തത്തിന് അവസാന മണിക്കൂറിൽ നടത്തിയ ശ്രമങ്ങൾ
വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വാസ്തവത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവര് അദാനിയുടെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരിൽ ആർച്ച് ബിഷപ്പ് നെറ്റോ അടക്കം, അല്ലെങ്കിൽ സഹായമെത്രാൻ ക്രിസ്തുദാസ് അടക്കം ബിഷപ്പുമാരുടെയും വൈദികരുടെയും ആത്മായ നേതാക്കളുടെയും പേരിൽ കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. കേസെടുത്തത് കേരള പോലീസാണ്. പലതും ജാമ്യം കിട്ടാത്ത കേസുകളാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ സഭയുടെ പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവനും മരവിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ FCRA അനുസരിച്ച് കിട്ടേണ്ട സഹായം സ്വീകരിക്കാൻ, സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിന് സഭയ്ക്ക് കഴിയുന്നില്ല. അതിന്റെ കാരണമായി പറയുന്നത്, ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആരെങ്കിലും സഭയുടെയോ അല്ലെങ്കിൽ സഭ നയിക്കുന്ന സ്ഥാപനങ്ങളുടെയോ തലപ്പത്തുണ്ടെങ്കിൽ, ഡയറക്ടർ ബോർഡ് പോലെയുള്ള ഭരണ നിർവഹണ സമിതികളിൽ ഉണ്ടെങ്കിൽ അവർക്ക് FCRA വഴിയുള്ള സഹായം സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് മരവിപ്പിച്ചത് കേന്ദ്രമാണ്. അതിന് കാരണമായത് കേരള പോലീസ് അല്ലെങ്കിൽ കേരള സർക്കാർ ഈ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകൾക്ക് എതിരെ എടുത്ത കേസുകളാണ്. ഇത് നിൽക്കുമ്പോഴാണ് ഈ സഭ പറയുന്നത് രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ളത്. അവർക്കറിയാം എന്തിനാണ് സക്സേന വരുന്നത് എന്നറിയാം. അപ്പോൾ ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയുടെ വക്കത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാവാൻ തയ്യാറല്ല എന്നാണ് ലത്തീൻ സഭ നേതൃത്വം സക്സേനയെ അല്ലെങ്കിൽ സക്സേനയ്ക്ക് വേണ്ടി സംസാരിച്ചവരെ കൃത്യമായിട്ട് അറിയിച്ചത്. ഈ തീരദേശത്തിനൊരു കരുത്തുണ്ട്. അത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനുമുണ്ട്. അതുപോലെ തന്നെയാണ് പണിയെടുക്കുന്നവന്റെ അന്തസ്സ്. ആ കരുത്തും ആ അന്തസ്സുമാണ് ഈ കാര്യത്തിൽ തിരുവനന്തപുരത്തെ ലത്തീൻ അതിരൂപത നേതൃത്വം പ്രദർശിപ്പിച്ചത്. ഏദൻ തോട്ടത്തിന്റെ മധ്യഭാഗത്ത് നിന്നിരുന്ന വൃക്ഷത്തിലെ ഫലം തിന്നതിനെ തുടർന്നാണ് ആദമും ഹൗവയും പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു, ഈ ഫലം തിന്നരുത്, ഈ വൃക്ഷത്തിലെ പഴം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. അതുപോലെ ജ്ഞാനം പ്രാപിക്കാൻ പറ്റിയതാണെന്ന് പലരും ആദത്തിനെയും ഹൗവയെയും പ്രലോഭിപ്പിച്ചതാണ്. കാമ്യമായ ഒന്നായിരുന്നു, തിന്നാൻ രുചിയുള്ളതായിരുന്നു. പക്ഷേ അത് കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ സഭയോട് പറയുകയാണ്, ഈ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിലെ ഫലം തിന്നാൽ നിങ്ങൾ ജ്ഞാനം പ്രാപിക്കും, നിങ്ങൾ ദൈവത്തെ പോലാകും, നിങ്ങൾ ഭരണകക്ഷിയോടൊപ്പം ആവും, ഭരണകക്ഷിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ധാരാളം സഹായ സഹകരണങ്ങൾ ലഭിക്കും. പക്ഷേ അതിന് സഭകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോ ഡൽഹി ഗവർണറാണ് കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരെ കണ്ടതെങ്കിൽ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഇവിടെ നിന്നുള്ള സഭാ നേതാക്കളെ കണ്ടതും സംസാരിച്ചതും ആശയവിനിമയം നടത്തിയതുമാണ്. അന്നില്ലാത്ത എന്ത് വാഗ്ദാനങ്ങളാണ് ഒരു ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകാൻ സാധിക്കുക? അതേസമയം ഇന്ത്യയിലെ ക്രൈസ്തവരാണെങ്കിൽ മറ്റൊരിക്കലും ഇല്ലാത്തതുപോലെ ആശങ്കയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവർക്കറിയാം, ഈ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മണിപ്പൂർ സംഭവിച്ചത്. മണിപ്പൂരിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 60,000-ഓളം ആളുകൾ വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നു. നൂറുകണക്കിന് ദേവാലയങ്ങൾ കത്തിനശിപ്പിച്ചു. ഇതൊക്കെ ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ ശേഷം, ക്രൈസ്തവർക്ക് പല വാഗ്ദാനങ്ങളും ലഭിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരെയും പാസ്റ്റർമാരെയും ആക്രമിക്കുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ കയ്യേറുന്നു. ക്രൈസ്തവർ ഭീഷണിക്ക് വിധേയരാകുന്നു. ഈ വക സംഭവവികാസങ്ങൾ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മദർ തെരേസയ്ക്ക് നൽകിയ ഭാരതരത്നം തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, ഒന്നരയോ ദിവസം മുമ്പ് ആരെങ്കിലും വന്നിട്ട് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് എത്രത്തോളം വിജയകരമാവും എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവരുടെ രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയാൽ വ്യക്തമാകുന്നതേയുള്ളൂ. ക്രൈസ്തവ സഭാ നേതാക്കളുമായി സക്സേന കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞല്ലോ. ഈ സംഭാഷണം നടക്കുന്ന ദിവസം തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മനുഷ്യാവകാശം സംബന്ധിച്ച വാർഷിക റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. പുറത്തിറങ്ങിയ നേരത്തെയാണ്, പക്ഷേ മാധ്യമങ്ങളിൽ വന്നത് ഈ ദിവസമാണ്. അതിലിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മണിപ്പൂരില് വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടന്നു, 175ഓളം പേര് മരിച്ചു, 60,000 പേര്
വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക റിപ്പോർട്ടിലാണ്. സക്സേനയെ കണ്ട ക്രൈസ്തവ സഭാ നേതാക്കൾ തീർച്ചയായും ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ചിന്ന സംശയം മനസ്സിലുണ്ടാകുന്നു. നമ്മുടെ ഗവർണർമാരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ? രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സഭാ നേതാക്കളുമായി സംസാരിക്കുക, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അവരുടെ വോട്ട് കബൂലാക്കാൻ വേണ്ട നടപടികൾ, നീക്കങ്ങളൊക്കെ നടത്തുക, ഇതൊക്കെ ഗവർണർമാരെ ഏൽപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക ജോലികളിൽ പെടുന്നതാണോ എന്നറിഞ്ഞുകൂടാ. പക്ഷെ മോദിയുടെ സർക്കാരല്ലേ, എന്തും സംഭവിക്കും. സക്സേനയുടെ ഈ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഒരു സഭയെ അപ്പാടെ ഏറ്റെടുത്ത ഒരു വർത്തമാനം പുറത്തു വരുന്നത്. അതിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടിയതായിട്ട് തോന്നുന്നില്ല. തിരുവല്ല ആസ്ഥാനമായുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചാണ് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ക്രൈസ്തവ സഭ എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ അച്ചുനിരത്തിയിരിക്കുന്നത്. ഇത് കേട്ടാൽ തോന്നും പത്തനംതിട്ട ജില്ലയിലെ ഒരു നിർണായക ശക്തിയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭാ വിഭാഗമാണ് ഈസ്റ്റേൺ ചർച്ച് എന്ന് നമുക്ക് തോന്നിപ്പോവും. മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പ് അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പഴയ KP യോഹന്നാന്റെ സഭയാണ് ഈ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്. ആ സഭയുടെ ആസ്ഥാനത്തും അതിൻ്റെ സഹോദര സ്ഥാപനങ്ങളിലും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വലിയ വിപുലമായ റെയ്ഡ് നടക്കുകയുണ്ടായി. 2020-ലും 2022-ലും 6 കോടിയോളം രൂപ ഈ റെയ്ഡിൽ പിടിച്ചെടുത്തു. അതുമാത്രമല്ല 2017-ൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ സഭയെയും ഈ സഭയുമായി ബന്ധപ്പെട്ട 2 NGO-കളെയും വിദേശത്ത് നിന്ന് സഹായം സ്വീകരിക്കുന്നതെന്ന് വിലക്കിയിരുന്നു. അങ്ങനെ പല കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു സഭയാണ് ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ അനിൽ ആന്റണിക്ക് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർക്കറിയാം BJPയുമായി സഹകരിച്ച് നിന്നാൽ അവരുടെ ഈ അലക്കേന്ദ്രത്തിൽ കയറി ഇറങ്ങുമ്പോൾ കുറെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. ചില കുറ്റകൃത്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരു മോചനം ലഭിച്ചേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ BJP സ്ഥാനാർത്ഥിക്ക് അവരെ പിന്തുണ പ്രഖ്യാപിച്ചത്. പക്ഷെ ഇത് കാണുമ്പോൾ തോന്നുന്നത് ഈ സക്സേനയെ വെറുതെ വിമാനക്കൂലിയോ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ സഭാ നേതാക്കളുമായി സംസാരിപ്പിക്കുന്നതിന് പകരം അനിൽ ആന്റണിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ സഭകളെയും അദ്ദേഹം BJPയുടെ ചിറകിൻ കീഴിൽ